ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് 1.5 കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു കഥയാണ് കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് മുന്നേ തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് എനിക്ക്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും മുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും, അപ്പോൾ നിങ്ങൾ കേക്ക് ആവശ്യമുള്ളതിൻ്റെ തലേ ദിവസം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതേപോലെ തന്നെ കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാളെയാണ് കേട്ടോ കേക്ക് എന്ന് പറഞ്ഞിട്ട്. അവരെന്നോട് പറഞ്ഞു കുട്ടിക്ക് പനി ആയതുകൊണ്ട് ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് 1/2 കിലോ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ കേക്കിന് സ്പോഞ്ച് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് കരുതിയതാണ്. പിന്നെ പല തിരക്കുകൾ കാരണം എനിക്കത് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റിയില്ല. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയതിന് ശേഷം ഒരു കോൾ വന്നിട്ട് എനിക്ക് 1/2 കിലോ കേക്ക് അവർക്ക് പോരാ, 1.5 കിലോ കേക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു. കസ്റ്റമറുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്നാലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് 1.5 കിലോ കേക്ക് ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ ഏറ്റു. ഒരു ഹോം ബേക്കർ എന്ന നിലക്ക് ഇത്തരം ലാസ്റ്റ് മിനിറ്റിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും നമുക്കൊരു വെല്ലുവിളിയാണ് കേട്ടോ. 1/2 കിലോ കേക്ക് ചെയ്യാൻ വളരെ ഈസിയാണല്ലോ, അപ്പോൾ രാവിലെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ രാത്രി ഉണ്ടാക്കാതെ നിന്നത്. അത് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം. സാധാരണ ഞാൻ എല്ലാ ഓർഡറും തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാറാണ് പതിവ്. എന്തോ ഒരു ഭാഗ്യത്തിന് തലേ ദിവസം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. 1/2 കിലോ കേക്ക് ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പ്ലാനൊക്കെ പാളിപ്പോയേനേട്ടാ. എല്ലാം ഒന്നും ഒത്തു വന്നതുകൊണ്ട് 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് വളരെ ഫ്രഷായിട്ട് തന്നെ എൻ്റെ കസ്റ്റമർക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഒരു ബേക്കർ എന്ന നിലയിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു കേക്ക് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളത്. ഈ ഓർഡർ എനിക്ക് കിട്ടുമ്പോൾ 1/2 കിലോ കേക്കല്ലേ ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോവണം, പക്ഷേ ഇപ്പോൾ ആവശ്യമില്ലല്ലോ എന്ന് കരുതി നിൽക്കുകയായിരുന്നു. 1.5 കിലോ കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പകച്ചു പോയിട്ടോ. കസ്റ്റമറോട് ഞാൻ ചോദിച്ചു 1.5 കിലോ ആണോ എന്ന് ചോദിച്ചു. കാരണം രാത്രി ആ സമയത്ത് പിന്നെ സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നേരം വെളുത്ത് 9 മണിയാവാതെ കട തുറക്കില്ല. ഒരു വശത്തെ കേക്ക് അവർക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, മറുവശത്തെ കേക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും കയ്യിൽ ഇല്ല എന്നുള്ള ടെൻഷൻ. രാവിലെ ആണെങ്കിലോ സ്കൂളും മദ്രസയും ഒക്കെ ഉള്ള ദിവസമാണല്ലോ, ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണല്ലോ സ്കൂളും മദ്രസ ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ. രാവിലെ നേരത്തെ എണീറ്റിട്ട് കാര്യമില്ലല്ലോ, സാധനങ്ങളൊന്നുമില്ല. ഏതായാലും കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയക്കലും അവർ മദ്രസ വിട്ട് വന്ന് സ്കൂൾക്ക് പറഞ്ഞയക്കലും അവർക്ക് കടി ഉണ്ടാക്കലും കൂട്ടാനുണ്ടാക്കലും ആ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓടിപ്പോയി സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒട്ടും സമയം കളയാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തുടങ്ങിയിട്ടോ. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും കൂടിയിട്ട് ഇപ്പോഴും ഒരു ഓർഡർ വന്നാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനാണ്. കേക്കൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്ത് അത് അവരുടെ കയ്യിൽ കിട്ടി അവരുടെ റിസൾട്ടും കൂടി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ പിന്നൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇവരെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. എനിക്ക് വേറെ എവിടെന്നെങ്കിലൊക്കെ ഓർഡർ പിടിച്ചു തരുന്നൊരു കസ്റ്റമറും കൂടിയാണ്. എൻ്റെ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവരോടും പറഞ്ഞ് അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കണ ഒരു കസ്റ്റമറും കൂടിയാണ് കേട്ടോ. ഡിസൈനിലൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അതിമ ഡിസൈൻ ചെയ്യണമെന്നുണ്ടോ എന്ന് കുട്ടിയോട് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു സ്പൈഡർമാനാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്, അത് എങ്ങനെ വേണേലും വെക്കാമെന്ന് പറഞ്ഞു. സാധാരണയായിട്ട് സ്പൈഡർമാൻ തീമൊക്കെ ചെയ്യുമ്പോൾ നീല ചുവപ്പ് ഒക്കെ നല്ല ഭയങ്കര കളർഫുള്ളായിട്ടാണ് നമ്മൾ കൊടുക്കുക. ഞാൻ സാധാരണ കേക്കിലൊന്നും ഒരുപാട് കളറൊന്നും യൂസ് ചെയ്യുന്നതോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ കസ്റ്റമറുടെ താല്പര്യപ്രകാരം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ കസ്റ്റമർ പിന്നെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സ്പൈഡർമാൻ്റെ കേക്ക് വെച്ച് കൊടുക്കാം, പിന്നെ ചെറുതായിട്ടുള്ള രീതിയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കളർ കൊടുക്കാം, മൊത്തത്തിൽ കേക്ക് ഒന്നായിട്ട് കളറാക്കണ്ടെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കേക്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം കളറ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ വർത്തമാനത്തിനിടയിലൂടെ നമ്മൾ സ്പോഞ്ച് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടുള്ള 1.5 കിലോൻ്റെ സ്പോഞ്ചാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് ഈ സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് കൊണ്ടുപോയ കസ്റ്റമർ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടുപോകുമ്പോഴായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആദ്യം അവർ കൊണ്ടുപോയ കേക്ക് അവർക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ വീണ്ടും എനിക്ക് തന്നെ ഓർഡർ തരുന്നത്. എനിക്ക് ഓർഡർ തന്ന കസ്റ്റമറൊന്നും പിന്നെ എന്നെ വിട്ടു പോവാറില്ല. അതാണ് എൻ്റെ ഈ ബേക്കിംഗ് ജേണിയിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണെങ്കിൽ കൂടി എനിക്കൊരുപാട് ഇഷ്ടമാട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ഒരു കേക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത്, എങ്ങനെയാണോ കസ്റ്റമർ എന്നോട് ആവശ്യപ്പെടുന്നത്, ആ രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയാണ് കേട്ടോ ഏത് സന്തോഷവേളയിലാണല്ലോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക ഒക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കേക്ക് ഒരുപാട് ആളുകളുടെ സന്തോഷങ്ങൾക്കിടയിൽ എത്തുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ. കേക്കിന് ഓർഡർ കിട്ടുമ്പോൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. രാവിലെ അങ്ങനെ ഒരുപാട് തിരക്കുണ്ടാവില്ല. തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ തിരക്കാൻ നിൽക്കണ്ടല്ലോ. മറ്റത് രാവിലെ പല പണികൾക്കിടയിലൂടെ ഈ കേക്കും കൂടി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ തലേ ദിവസം തന്നെ കേക്ക് ചെയ്ത് വെക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമറോടും പറയാറുണ്ട് ഓർഡർ ജസ്റ്റ് തലേ ദിവസമെങ്കിലും പറയണം എന്നുള്ളത്. ഇന്നിപ്പോൾ അത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലില്ലാത്തതാട്ടോ ഇത്രയും തിരക്ക് പിടിച്ച ദിവസമായത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കും. എന്നാലും എൻ്റെ കസ്റ്റമർ പറഞ്ഞ സമയമായപ്പോഴത്തേക്കും കേക്ക് സെറ്റാക്കി എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എൻ്റെ കേക്കിൻ്റെ ഒരു ചെറിയ വിശേഷമായിരുന്നു. ഓരോ കേക്കിനും ഓരോ കഥയുണ്ടാവും. ഈ ഒരു കേക്കിൻ്റെ കഥ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.